രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചി. ദേവിയുടെ ദുഃഖത്തിന് ഒരു അതിരുമില്ല, അതും എനിക്കറിയാം, ഞാനത് മനസ്സിലാക്കുന്നു. എങ്കിലും ലോകത്തിലെ എല്ലാവരോടും കാരുണ്യമുള്ളവളായ അല്ലയോ ദേവി, അങ്ങ് ഈ സാധുവായ ദശരഥനോട് ഇത്ര പരുഷമായ വാക്കുകൾ പറയരുത്. എന്തുകൊണ്ടെന്നാൽ ഞാൻ അങ്ങേയറ്റം ദുഃഖിതനാണ്. അങ്ങനെ മഹാരാജാവ് കൗസല്യയോട് കേണ അപേക്ഷിക്കുന്ന അവസരത്തില് കൗസല്യയുടെ മനസ്സിലും ദുഃഖമുണ്ടായി. രാജാവിനോട് താൻ ഇത്ര പരുഷമായിട്ട് സംസാരിച്ചു പോയല്ലോ എന്നിങ്ങനെ. ദേവി ഉടനെ തന്നെ സാമൂർധിനി ബദ്ധ്വാരുദതി രാജ്ഞ പത്മവിവാഞ്ജലിം, രാജാവിനോട് മറുപടി പറയാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോ തന്റെ രണ്ട് കരങ്ങളെയും തന്റെ ശിരസിൽ ഇങ്ങനെ കൂപ്പിക്കൊണ്ട് അങ്ങേയറ്റം ഭക്തിയോടുകൂടി ഭഗവാനെ ഭക്തജനങ്ങൾ തൊഴുന്നത് അങ്ങനെയാണല്ലോ. ഇദ്ദേഹം തന്റെ ഭർത്താവാണ്, താൻ കണ്ണുകൊണ്ട് കാണുന്ന ദൈവമാണ്. ഈ നിമിഷം വരെയും അദ്ദേഹത്തെ പൂജിക്കുകയായിരുന്നു താൻ, വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ഒക്കെ, പ്രവൃത്തികൾ കൊണ്ടും. അങ്ങനെയുള്ള ആളിനോട് ഇങ്ങനെ താൻ പറഞ്ഞു പോയല്ലോ പരുഷമായിട്ട് എന്നൊക്കെ ഓർത്തിട്ട് അത്യന്തം ദുഃഖത്തോടു കൂടിയിട്ട് ശിരസിൽ കൈകൂപ്പിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് കൗസല്യ ഇങ്ങനെ പറയുന്നു. അല്ലയോ മഹാത്മൻ, ജാനാമി ധർമ്മം ധർമ്മജ്ഞ ത്വം ജാനേ സത്യവാദിനം. അല്ലയോ ധർമ്മജ്ഞനായിരിക്കുന്ന മഹാരാജാവേ, ധർമ്മം എന്താണെന്ന് എനിക്കറിയാം. ഒരു ഭാര്യയുടെ ധർമ്മം എന്താണെന്ന് എനിക്കറിയാം. ഒരു കുലത്തിന്റെ മുഴുവൻ നിയന്ത്രണവും ചുമതലയും വഹിക്കുന്ന കുടുംബിനിയുടെ ധർമ്മം എന്താണ് എന്ന് എനിക്കറിയാം. വിവാഹം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴേക്കും എൻ്റെ അച്ഛനും അമ്മയും എനിക്കത് ഉപദേശിച്ചിട്ടുണ്ട്. എനിക്കറിയായികയല്ല, എങ്കിലും ഞാൻ ദുഃഖത്താൽ ഇങ്ങനെ പറഞ്ഞുപോയി. അല്ലയോ മഹാരാജാവേ, അങ്ങ് അതിനെ ഒരിക്കലും വിപരീതമായി കണക്കാക്കരുത്. എനിക്ക് ധർമ്മത്തെ അറിയാം, പതിവ്രതയുടെ ധർമ്മത്തെ അറിയാം, പത്നിയുടെ ധർമ്മത്തെ അറിയാം. അങ്ങയുടെ ദുഃഖത്തെ ലഘൂകരിക്കുകയാണ് ഞാൻ വേണ്ടത്, അതെനിക്കറിയാം. ആ ദുഃഖത്തെ വർദ്ധിപ്പിക്കുകയല്ല വേണ്ടത്, അത് എനിക്കറിയാം. അങ്ങ് ഈ ധർമ്മത്തെ നന്നായി അറിയുന്നവനാണ്. രാജധർമ്മത്തെ അങ്ങയ്ക്കറിയാം, ഗൃഹസ്ഥധർമ്മത്തെ അങ്ങയ്ക്കറിയാം. പിതാവിന്റെ ധർമ്മം അത് ഗൃഹസ്ഥധർമ്മത്തിനകത്തേക്ക് കടന്നു വരുന്നു, അത് അങ്ങയ്ക്കറിയാം. അതേപോലെ തന്നെ ഭർത്താവിന്റെ ധർമ്മത്തെ അങ്ങയ്ക്കറിയാം. അങ്ങനെ ജീവിതത്തിന്റെ നാനാമണ്ഡലങ്ങളിൽ നിരീക്ഷിക്കേണ്ടതായ ധർമ്മത്തിന്റെ എല്ലാ സൂക്ഷ്മ അംശങ്ങളും ഭംഗിയായി അറിയുന്നയാളാണ് അങ്ങ്. അതാണ് അങ്ങ് ധർമ്മജ്ഞനാണ്. അങ്ങ് ധർമ്മജ്ഞനാണ് എന്നുള്ളതും എനിക്കറിയാം. എന്ന് മാത്രമല്ല, ത്വാം ജാനേ സത്യവാദിനം, അങ്ങ് സത്യം മാത്രം പറയുന്നവനാണ്. പറഞ്ഞ വാക്ക് അതേ പ്രകാരത്തില് ഈ ലോകത്തെ പ്രവർത്തിക്കുന്നവനാണ്, അതും എനിക്ക് നന്നായി അറിയാം. എങ്കിലും പുത്രശോകാർത്തയാ തത്വമയ കിമവിഭാഷിതം, പുത്രശോകാർത്തയാണ് ഞാൻ. മകൻ 14 വർഷത്തേക്കാണ് കാട്ടിലേക്ക് പറഞ്ഞയക്കപ്പെട്ടത്. അങ്ങനെ വരുമ്പോഴേക്കും ഒരു അമ്മയുടെ മനസ്സിലുണ്ടാകുന്നതായ വേദന അത് അങ്ങയ്ക്ക് മനസ്സിലാകും, അങ്ങയ്ക്ക് അറിയായികയല്ല. അതുകൊണ്ടാണ്, ആ അവസ്ഥയിൽപ്പെട്ടു പോയത് കൊണ്ടാണ് ഞാൻ എന്നെ തന്നെ മറന്ന് ഞാൻ ഈ പ്രകാരത്തിൽ അങ്ങയോട് സംസാരിച്ചു പോയത് എന്ന് അങ്ങ് ധരിക്കണം, അങ്ങ് തിരിച്ചറിയണം. ശോകമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു.
അനുഭവത്തിൽ നിന്നിട്ട് കൗസല്യ രാജാവിനോട് പറയുന്നു, ശോകോ നാശയതേ ധൈര്യം. മനസ്സിന്റെ ധൈര്യത്തെ ശോകം ഇല്ലാതാക്കി തീർക്കുന്നു. ഏതൊരു മനുഷ്യനിലായാലും ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ അവരവരുടേതായ കർമ്മത്തെ യഥാസമയം ഓർക്കാനും ആ കർമ്മത്തെ ധർമ്മനിഷ്ഠമായിട്ട് പ്രവർത്തിപ്പിക്കാനും ഏതൊരു മനുഷ്യനും സാധിക്കുകയുള്ളൂ. അമിതമായ ശോകം പിടികൂടിയപ്പോഴേക്കും ഒരു കുടുംബിനി എന്നുള്ള നിലയിൽ, പത്നി എന്നുള്ള നിലയിൽ ഒക്കെ ഞാൻ ദീക്ഷിക്കേണ്ടതായ ആ ധൈര്യം എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ആ ധർമ്മബുദ്ധി എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ആ നിയന്ത്രണം എനിക്ക് നഷ്ടപ്പെട്ടു പോയി. അല്ലയോ മഹാരാജാവേ, അങ്ങ് അത് ധരിക്കണം. ശോകോ നാശയതേ ധൈര്യം, ശോകോ നാശയതേ ശ്രുതം. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ശ്രുതം. പഴയകാലത്ത് ഇന്നത്തെ പോലെ ഗ്രന്ഥങ്ങളെല്ലാം അച്ചടിക്കാൻ കഴിയാത്ത കാലത്ത് ഇതെല്ലാം ഗുരുമുഖത്ത് നിന്ന് കേട്ടാണ് പഠിക്കുക. വേദങ്ങൾ മുഴുവൻ ഗുരുമുഖത്ത് നിന്ന് കേട്ട് ഒരല്പം പോലും വ്യതിയാനം വരാതെ നിലനിർത്തി പോന്നതാണ് ആയിരത്താണ്ടുകളിലൂടി, ലക്ഷക്കണക്കിന് വർഷങ്ങളിലൂടി. വേദങ്ങൾ അതേ പ്രകാരത്തിൽ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ളതായ സംവിധാനങ്ങൾ അന്ന് തൊട്ടേ ആരംഭിച്ചു. അത് ഇന്നുമുണ്ട്. ഇന്നും അതേ പ്രകാരത്തിൽ വേദം ചൊല്ലുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന സംവിധാനം ഇത്രയേറെ കാലം കഴിഞ്ഞിട്ടും ഇത്രയേറെ വിഷമസന്ധികൾ ഭാരതത്തിനുണ്ടായിട്ടും ഭാരതം ഇന്നും നിലനിർത്തി പോരുന്നു. അങ്ങനെ കാതിലൂടി കേട്ടറിയുന്നതാണ് ശ്രുതം, അറിവ്. വേദങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ ഈ വാൽമീകി രാമായണം പോലും ഏറെ ആയിരത്താണ്ടുകള് കേട്ട് ഓർമ്മയിൽ നിലനിർത്തി അങ്ങനെ കൈമാറി കൈമാറി വന്നതാണ്. പിന്നീടാണ് ഇതെല്ലാം ആലേഖനം ചെയ്യപ്പെടുന്നത്. അങ്ങനെ കേട്ടറിഞ്ഞ കാര്യങ്ങൾ, ഗുരുമുഖത്ത് നിന്ന് കേട്ടറിഞ്ഞ കാര്യങ്ങൾ, അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും, അവരും ഗുരുക്കന്മാരാണ്. ആദ്യത്തെ ഗുരു അമ്മ തന്നെ, പിന്നെ അച്ഛൻ, പിന്നെ ജ്യേഷ്ഠ സഹോദരൻ, ഇങ്ങനെ പോകുന്നു ഗുരുക്കന്മാര്. പിന്നെ പഠിപ്പിക്കുന്ന ഗുരു, മഹാഗുരു. അദ്ദേഹത്തിന് ആരെക്കാളും പ്രാധാന്യമുണ്ട്. അങ്ങനെ അവരിൽ നിന്നെല്ലാം കേട്ടറിഞ്ഞതായ അറിവ്, അതിനെ ശോകം നശിപ്പിച്ചു കളയും. എന്തൊക്കെ പഠിച്ചിരുന്നാലും കഠിനമായിട്ടുള്ള ശോകം വരുമ്പോഴേക്കും ഇതൊക്കെ നഷ്ടമായി പോകും. ശോകോ നാശയതേ സർവം നാസ്തി ശോകസമോ രിപു. ശോകം എല്ലാത്തിനെയും നശിപ്പിച്ചു കളയും. ശോകത്തിന് തുല്യമായിട്ട് ഈ ലോകത്തിലെ ഒരു ശത്രുവുമില്ല. അല്ലയോ മഹാരാജാവേ, ശോകത്തിന്റെ പിടിയിൽപ്പെട്ടിട്ട് ഞാൻ അങ്ങയോട് ഈ പ്രകാരത്തില് സംസാരിച്ചു പോയി എന്നുള്ളത് അങ്ങ് മനസ്സിലാക്കണം. ശത്രുക്കളായിട്ടുള്ള ആളുകൾ കോപത്തോടുകൂടി നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി പ്രഹരിച്ചാലും ആ പ്രഹരത്തെ, ആ ആക്രമണത്തെ ഒഴിയാനാകും, തടയാനാകും ഏതൊരു മനുഷ്യനും. എന്നാല് സൂക്ഷ്മ ആപതിത ശോക സുസൂക്ഷ്മോപി ന ശക്യതേ. എന്നാല് വന്ന് ചേരുന്നതായ ശോകമുണ്ടല്ലോ ജീവിതത്തിലെ ഓരോരോ സന്ധികളില്, അത് ചെറിയ ശോകമായാൽ പോലും, നിസ്സാരമായ ദുഃഖമായാൽ പോലും അതിനെ സഹിക്കുക എന്ന് പറയുന്നത് മനുഷ്യന് എളുപ്പമല്ല. ന ശക്യത എന്നാണ്, സാധിക്കുന്നില്ല, സാധിക്കുകയില്ല എന്നാണ് കൗസല്യ സ്വാനുഭവത്തിൽ നിന്ന് ഈ സന്ദർഭത്തിൽ പറയുന്നത്. അല്ലയോ മഹാരാജാവേ, ആ രാമനെ തന്നെ ചിന്തിച്ച് 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 ശോകോയം ഹൃദയവർദ്ധതയെ, എന്റെ ഹൃദയത്തിന്റെ ഉള്ളില് ഈ വേർപാടിൻ്റെതായ ശോകം വർദ്ധിക്കുന്നു. ഏതുപോലെ വെച്ച് കഴിഞ്ഞാല് നദീനാമിവ വേഗേന സമുദ്ര സലിലം മഹത്. വളരെ വേഗത്തിൽ നദി നിറഞ്ഞൊഴുകുമ്പോ, വിശേഷം മഴക്കാലമാകുമ്പോഴേക്കും നദി നിറഞ്ഞൊഴുകും. ഉത്തരേന്ത്യൻ നദികളാണെങ്കിൽ വേനൽക്കാലത്ത് നിറഞ്ഞൊഴുകും. എങ്ങനെ? ഹിമാലയത്തിൽ നിന്നിട്ട് മഞ്ഞൊഴുകിയിട്ട് ഇങ്ങനെ നദികളെല്ലാം നിറഞ്ഞൊഴുകും. അങ്ങനെ നിറഞ്ഞൊഴുകുമ്പോ തീരങ്ങളിൽ, രണ്ട് തീരങ്ങളിലുമുള്ള ആ മൺ ഭിത്തികൾ, മൺതിട്ടകൾ, അതിനെയെല്ലാം പലപ്പോഴും ഇടിച്ച് മറിച്ചുകൊണ്ട്, കലക്കി മറിച്ചുകൊണ്ട് അത് ഒഴുകിപ്പോകും. അതേപോലെ അങ്ങനെയാണ് സമുദ്രത്തിലേക്ക് പാഞ്ഞു പോവുക. അതേ പ്രകാരത്തില് അതിവേഗത്താൽ മൺതിട്ടകൾ തകർന്നു വീഴുന്നത് പോലെ നിയന്ത്രണങ്ങളെല്ലാം
തകർക്കുന്നു. ശോകം മനസ്സിന്റെ സന്തുലിതാവസ്ഥയെ അത് തകർക്കുന്നു. അല്ലയോ മഹാരാജാവേ, ആ സാഹചര്യത്തിലാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഇത് ഞാൻ പറയുന്ന അവസരത്തിലും എന്റെ ദുഃഖത്തെ സഹിക്കാൻ രാജാവേ എനിക്ക് സാധിക്കുന്നില്ല എന്ന് കൗസല്യ കരഞ്ഞുകൊണ്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് എല്ലാവരും കേൾക്കവേ മഹാരാജാവിനോട് പറഞ്ഞു. ഇത് കേട്ട് മഹാരാജാവ് വീണ്ടും മോഹാലസ്യപ്പെടുന്നു. അത് കഴിഞ്ഞ് ഏറെ നേരം കഴിഞ്ഞ് അദ്ദേഹം ആ മോഹാലസ്യത്തിൽ നിന്ന് ഉണർന്നിട്ട് അദ്ദേഹം രാമനെയും ലക്ഷ്മണനെയും സീതയെയും കുറിച്ച് ചിന്തിച്ചിട്ട് അവരുടെ ആ വേർപാടിന്റെ ദുഃഖം എത്രമാത്രം തീക്ഷ്ണമാണെന്ന് പറഞ്ഞുകൊണ്ട് വർഷങ്ങൾ മുമ്പ് കൗസല്യയെ താൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് താൻ ചെയ്തു പോയതായ ഒരു മഹാപരാധം അത് ഇതുവരെ കൗസല്യയോട് പറഞ്ഞിട്ടില്ല. വിവാഹത്തിന് മുമ്പായിരുന്നു. അതുകൊണ്ട് അത് പറയേണ്ട കാര്യവും സാഹചര്യവും വന്നില്ല. അത് അദ്ദേഹം ഓർത്തു. അന്ധമുനിമാരുടെ മകനെ അദ്ദേഹം ആനയെന്ന് ധരിച്ചിട്ട് രാത്രിയില് ഇരുട്ടില് ശബ്ദവേദി എന്നുള്ളതായ അമ്പ് പ്രയോഗിച്ച് മനഃപൂർവ്വമല്ലാതെയാണെങ്കിലും സംഹരിച്ചതായ സംഭവം അത് ഓർക്കുന്നു. ആദ്യമായിട്ട് അദ്ദേഹം അത് കൗസല്യയോട് പറയുകയാണ്. അതുകൊണ്ട് നമ്മളെല്ലാം അത് അറിയുന്നതും കേൾക്കുന്നതും ആദ്യമായിട്ടാണ്. അത് തൊട്ടടുത്ത 63-ാമത്തെ സർഗത്തില് അത് നമുക്ക് നേരിട്ട് കേൾക്കുവാനായി സാധിക്കും. ദുഃഖത്തോടുകൂടി രാജാവ് അത് ഓർത്തു കൗസല്യയോട് പറയുന്നു. അങ്ങനെ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ ജീവിതം, മഹാപ്രഭുവിന്റെ ധർമ്മനിഷ്ഠ, സീതയുടെയും ലക്ഷ്മണന്റെയും ധർമ്മനിഷ്ഠ നമുക്ക് നേരിട്ട് പരിചയിക്കുവാൻ വേണ്ടിയിട്ട് രാമൻ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ വാൽമീകി മഹർഷി ബ്രഹ്മാവിന്റെ നിർദ്ദേശമനുസരിച്ച് ആലേഖനം ചെയ്ത, തയ്യാറാക്കിയ, നിർമ്മിച്ച ഈ പവിത്രമായിരിക്കുന്ന രാമായണ ഗാനം 24,000 ശ്ലോകങ്ങൾ അത് നമുക്ക് വീണ്ടും നമ്മുടെ ചർച്ചയ്ക്ക് വിഷയമാക്കാം. നാളെ രാത്രി 8:30 ഇതേപോലെ നമുക്ക് ഒരുമിച്ച് കൂടാം. വാൽമീകി രാമായണം നേരിട്ട് പഠിക്കാനുള്ളതായി ഈ സന്ദർഭം നമ്മുടെ വീട്ടിലുള്ള എല്ലാവരോടും, സുഹൃത്തുക്കളോടും, ബന്ധുക്കളോടും, അയൽവാസികളോടും എല്ലാവരോടും പറഞ്ഞ് പരമാവധി ആളുകൾ ഇത് കേൾക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരണം. ഇത് 30 ദിവസം ഫേസ്ബുക്കിൽ തന്നെ ഓരോ പ്രഭാഷണവും കിടക്കും. 30 ദിവസം കിടക്കും. ഇത് ഞങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓഗസ്റ്റ് മാസത്തിന്റെ തുടക്കത്തോടു കൂടിയിട്ട് ഖണ്ഡശയായിട്ട് യൂട്യൂബിൽ സത്യാനന്ദ സംസ്കൃതി എന്നുള്ളതായ ചാനലിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. അതിലാവുമ്പോൾ എന്നും കിടക്കും. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അതിലേക്ക് കടന്നു വന്നിട്ട് കേൾക്കാനാവും. കഴിഞ്ഞ വർഷത്തെ രാമ കഥ മുഴുവൻ അതിനകത്ത് ഇപ്പോഴും അതേപോലെ കിടപ്പുണ്ട്. അതിനു മുന്നത്തെ വർഷം അധ്യാത്മരാമായണം പറഞ്ഞിരുന്നു, അത് മുഴുവൻ അതിനകത്ത് കിടപ്പുണ്ട്. 5 വർഷത്തിലേറെയായിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ എല്ലാവരും സത്യാനന്ദ സംസ്കൃതി എന്നുള്ളതായ യൂട്യൂബ് ചാനലിലേക്കും വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതി പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ, ശ്രീരാമസീത അഞ്ജനയന്മാരുടെ പാദങ്ങളിൽ, എന്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി പാദങ്ങളിൽ, എന്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഗുരുനാഥന്റെ പാദപത്മങ്ങളിൽ, ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു. ജയ് സീതാറാം.